റെസിപ്പി ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ട്രൈ ആക്കുന്നതാണ് കേട്ടോ. അതായത് ഇത് കാസർഗോഡ് മാത്രം ഉണ്ടാക്കുന്നതാണെന്നാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് ആദ്യം മസ്റ്റായിട്ട് വേണ്ടത് മഞ്ഞളുടെ ഇലയാണ്. ഇതിൻ്റെ പേര് അറിയുന്ന കാസർഗോഡ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഇതിന് പ്രത്യേകമായിട്ട് പുഴുക്കലരിൻ്റെ മാവ് തന്നെ വേണമെന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പൊടി ഇല്ലാത്തതുകൊണ്ട് അരി അരച്ച് പൊടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരാൾ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട്. ആൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഞാൻ നേരെ എൻ്റെ പരിപാടിയിലേക്ക് കയറുന്നു. ഇതിന് ശരിക്കും ശർക്കരയും തേങ്ങ മാത്രം മതി. പക്ഷേ ഞാൻ എൻ്റെ വകമായിട്ട് ഇവിടെ ഒരു പഴുത്ത പഴം ഉണ്ടായിരുന്നു, അതും കൂടി കൂട്ടിയേക്കാൻ വിചാരിച്ച് അങ്ങനെ ആകെപ്പാടുള്ള ഒരു ഏലക്കായി ഞാൻ എടുത്ത് നെയ്യിലേക്ക് ഇട്ട് കുറച്ച് ജീരകം ഇട്ടെടുത്ത് കുറച്ച് ടേസ്റ്റൊക്കെ ഒരുക്കോട്ട് വിചാരിച്ചിട്ട് അങ്ങനെ ആ പഴം ഒന്ന് ജസ്റ്റ് നെയ്യിൽ വാട്ടിയെടുക്കാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ആ തേങ്ങ ഇട്ടെടുത്ത് ശർക്കര ഒഴിച്ചെടുത്ത് ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി വെക്കാം. പിന്നെ പരിപാടിയൊന്നുമില്ല. ആ മഞ്ഞളുടെ ഇല എടുക്കുക, അതിലേക്ക് ഇത് കുറച്ച് നമ്മൾ ആ പുഴുക്കലരിൻ്റെ മാവ് വെക്കുക, പരത്തുക, ഈ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക, ആവി കയറ്റുക. ഇത്ര പരിപാടിയേ ഉള്ളൂ അതിന്. കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റൊക്കെ കൊള്ളാമായിരുന്നു. പിന്നെ ആ മഞ്ഞളുടെ ഇലൻ്റെ ഫ്ലേവർ ഒരുപാട് ഇറങ്ങിയിട്ട് ആ ഒരു മണം എല്ലാം കൂടി ഇറങ്ങിയിട്ട് നല്ലൊരു മണം. എന്താ പറയുക, മഞ്ഞളുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ആക്കി വെക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധനം കാണുന്നത്. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ ട്രൈ ചെയ്തൊക്കെയാണ്. പിന്നെ അല്ലെങ്കിലും എനിക്കൊരു ക്യൂരിയോസിറ്റി കൂടുതലാണ് ഇങ്ങനത്തെ ആദ്യമായിട്ട് കാണുന്ന സാധനം. പിന്നെ അതിൽ എൻ്റെ പരീക്ഷണം കൂടി ആക്കും കുറച്ചും കൂടി ടേസ്റ്റ് ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ശരിക്കും ഒന്ന് കഴിച്ചു നോക്കണം, അല്ലെങ്കിൽ ഇത് കറിയായിട്ട് ഉണ്ടാക്കുകയൊക്കെ കഴിച്ചു നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് എവിടെന്നെങ്കിലും നടക്കുമായിരിക്കും. പിന്നെ അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയി വരുമ്പോൾ ബൈ.